PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വർണത്തിൻ്റെ അപരനാമത്തിൽ അറിയുന്ന കുറച്ച് വസ്തുതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേതെന്ന് പറഞ്ഞാൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളക്. കുരുമുളകിനെയാണ് നമ്മൾ കറുത്ത സ്വർണമെന്ന് അറിയപ്പെടുന്നത്. ഹരിത സ്വർണം എന്ന് പറഞ്ഞാൽ മുള. ഹരിത സ്വർണം മുള. അപ്പോൾ കറുത്ത സ്വർണം കുരുമുളക്, ഹരിത സ്വർണം മുള. തരിശു ഭൂമിയിലെ സ്വർണം കശുമാവ്. തരിശു ഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? കശുമാവ്. ബ്രൗൺ സ്വർണം കാപ്പി അല്ലേ, നമുക്ക് ആ ഒരു കളർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. ബ്രൗൺ സ്വർണം എന്നറിയപ്പെടുന്നത് കാപ്പി. പച്ച സ്വർണം എന്താണ്? വാനില. പച്ച സ്വർണം വാനില. നീലസ്വർണം ജലം. നീലസ്വർണം ജലം. വെളുത്ത സ്വർണം കശുവണ്ടിപ്പരിപ്പ്. വെളുത്ത സ്വർണം എന്താണ്? കശുവണ്ടിപ്പരിപ്പ്. വിഡ്ഢികളുടെ സ്വർണം എന്താണ്? അയോൺ പൈറൈറ്റ്സ് ആണ്. വിഡ്ഢികളുടെ സ്വർണം അയോൺ പൈറൈറ്റിസ്. വെജിറ്റബിൾ സ്വർണം ഏതാണ്? കുങ്കുമമാണ്. വെജിറ്റബിൾ സ്വർണം കുങ്കുമം. ഒഴുകുന്ന സ്വർണം എന്നർത്ഥം വരുന്ന എന്തിനെയാണ്? പെട്രോളിയത്തിനെയാണ് ഒഴുകുന്ന സ്വർണം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറുത്ത സ്വർണം കുരുമുളക്, ഹരിത സ്വർണം മുള, തരിശുഭൂമിയിലെ സ്വർണം കശുമാവ്, ബ്രൗൺ സ്വർണം കാപ്പി, പച്ച സ്വർണം വാനില, നീല സ്വർണം ജലം, വെളുത്ത സ്വർണം കശുവണ്ടിപ്പരിപ്പ്, വിഡ്ഢികളുടെ സ്വർണം അയോൺ പൈറൈറ്റിസ്, വെജിറ്റബിൾ സ്വർണം കുങ്കുമം, ഒഴുകുന്ന സ്വർണം പെട്രോളിയം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കറുത്ത സ്വർണം, പിന്നെ വിഡ്ഢികളുടെ സ്വർണം, ഒഴുകുന്ന സ്വർണം, ഇതൊക്കെ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.